കൊച്ചിയിൽ ആൻമരിയ സണ്ണയുണ്ട്. ആൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കളമശ്ശേരി HMTക്ക് സമീപം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം അത് സൂരജ് ലാമയുടേതാണെന്നുള്ള സംശയത്തിലാണ്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൂരജ് ലാമയുടേത് തന്നെയാണോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും തുടരുകയാണ്. അത് ഇന്നും തുടരും. ഇന്നലെ അജ്ഞാത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ പരിക്കേറ്റ പാടുകളൊന്നുമില്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിലെ അവയവങ്ങൾ ആന്തരിക പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് അയക്കും. മാത്രമല്ല DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂരജ് ലാമയുടെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിയിൽ എത്തുന്ന സമയത്ത് സന്തോൺ ലാമ പറഞ്ഞിരുന്നത് വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും കളമശ്ശേരി പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും നടന്നു വരികയാണ്. കാരണം ഓർമ്മശക്തി കുറവുള്ള ഒരാളെ എങ്ങനെയാണ് പറഞ്ഞയക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സിസ്റ്റം പൂർണ്ണമായിട്ടും മുഴുവൻ സിസ്റ്റങ്ങളും തകരാറിലാണ് എന്നായിരുന്നു സന്തോൺ ലാമ ഇന്നലെ ഗുരുതര ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയും ഇതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയാണോ എന്നത് കണ്ടെത്തുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ തന്നെയാണ് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇന്ന് DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ഇന്നലെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. DNA പരിശോധനയ്ക്ക് വേണ്ടി ആ സാമ്പിളുകൾ അയക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്, അവരുടെ അറിവിലേക്ക് കൂടി എത്തിക്കുന്നത് വേണ്ടിയിട്ടാണ്. ഇന്ന് കൊച്ചിയിൽ കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മുതൽ ഡിസംബർ 4 വരെ രാത്രി 9 മണി വരെയാണ് കുടിവെള്ള വിതരണം മുടങ്ങുക എന്നുള്ള കാര്യം ഇന്നലെ ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വെള്ളം നേരത്തെ തന്നെ ശേഖരിച്ചു വെക്കണം എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപ് തമ്മനത്തൊരു കൂറ്റൻ വാട്ടർ ടാങ്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൊട്ടിയ വാട്ടർ ടാങ്കിലെ അറ്റകുറ്റപ്പണികൾ കുറച്ച് നാളുകളായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് നടന്നു വരികയാണ്. പക്ഷേ അത് അതിവേഗത്തിൽ പൂർത്തിയാക്കുക, കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുക എന്നൊരു ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുടിവെള്ള വിതരണം നിർത്തിവെച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളിലേക്ക് പൂർത്തിയാക്കുന്നത്. അത് കൊച്ചി കോർപ്പറേഷന്റെ മുഴുവൻ ഡിവിഷനുകളിലും അത് കൂടാതെ തന്നെ മുളവുകാട്, ചേരാനല്ലൂർ ഭാഗങ്ങളിലുമായിരിക്കും കുടിവെള്ള വിതരണം മുടങ്ങുന്നത്. എന്തായാലും ഇന്ന് രാത്രി 10 മുതൽ ഡിസംബർ 4 രാത്രി 9 വരെയായിരിക്കും കുടിവെള്ള വിതരണം മുടങ്ങുക. ഇതൊക്കെയാണ് ഇന്ന് മധ്യകേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.